നമുക്കവിടെ വിശ്വാസം വെച്ചില്ല. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ ദൈവത്തിന്റെ സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിനും പ്രകാശവും സത്യവും അസത്യവും പിതാവിനോടേകത്വമുള്ളവനും ആഗ്രഹമായവനും മനുഷ്യായ മനുഷ്യനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ചോദനയെ തന്റെ പിതാവിനും അവസാനത്തിനായിട്ടുള്ളവനും ജീവിച്ചിരിക്കുന്നതിനെ മനുഷ്യരെ വിധിപ്പാൻ തന്റെ മഹാപ്രവർത്തനമായ യേശുവിനായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടൊന്നിക്കപ്പെട്ട് സംസാരിച്ചവനുമായ ജീവനിയുടെ ഗൃഹായാലും കാതോലികമായ ഏകവിശ്വയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ പറഞ്ഞ് മനുഷ്യനും ഒരാളിനും ഞങ്ങൾ പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. പാർക്കുമോ സാമൻ കാലോസ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതിയും. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് ഒന്നിനേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് എരിമയവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനപരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീയമായ നിന്റെ ദാനങ്ങളും ബലഹീനായ ഞങ്ങളുടെ മേലും ബലഹീനത ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. പ്രിയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സന്തോഷങ്ങളിലും എലിസബത്ത് ആന്റിക്കും ഏഞ്ചലിനും അഞ്ജുവിനും എബിനും പ്രകാരം ഇവിടെ ഒരു ഭവനം വാങ്ങിപ്പാനും അത് കുരിശു വരച്ച് ദൈവനാമ മഹത്വത്തിനായിട്ട് വേർതിരിക്കപ്പെടുവാനും ഇടയാക്കി ഓർത്ത് സ്തോത്രം അർപ്പിക്കുക. പ്രത്യേകിച്ച് എന്റെ മകളെ നാട്ടിൽ നിന്നും തിരുവനന്തപുരം ഈ അമേരിക്കയുടെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നാക്കുകയും പ്രകാരം വാസയോഗ്യമായ ഒരു ഭവനം ഈ മകൾക്ക് ആരംഭത്തിൽ തന്നെ വാങ്ങിപ്പാനൊക്കെ ഇടയാക്കിയിരിക്കുന്നവർക്ക് സ്തോത്രം അർപ്പിക്കാം. ഭവനം എല്ലായ്പ്പോഴും ഭവനമായി തീരുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധിയില്ല. എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഭവനത്തിലെ മൂന്ന് മേശകൾ നിർബന്ധമാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ഭവനത്തിലെ ഡിവൈൻ ടേബിൾ, ദിവ്യ മേശ ഉണ്ടായിരിക്കും. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയുള്ള ഭവനമായിരിക്കണം. പ്രാർത്ഥനയുള്ള ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരിക്കും. അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോത്തിന്റെ അവസ്ഥ വ്യത്യസ്തമായി. ലോത്തിനെ അന്വേഷിച്ചു വന്നപ്പോൾ ലോത്ത് പട്ടണത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടി ഈ കൂടാരത്തിൽ ഇരിക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുള്ള ഭവനമായി മാറുവാനായിട്ട് ഇടയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ട ടേബിളാണ് ഡൈനിങ് ടേബിൾ. നമ്മുടെ എല്ലാ വീടുകളിലും ഡൈനിങ് ടേബിളുണ്ട്. പലപ്പോഴും ഡൈനിങ് ടേബിളിന്റെ ഉപയോഗം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണ് അനുഗ്രഹിക്കപ്പെട്ട ഭവനം. ഭവനത്തിൽ ആഹാരം പാചകം ചെയ്ത് ഒരുമിച്ചിരുന്ന് അത് പങ്കുവെച്ച് കഴിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ടേബിളാണ് ഡയലോഗ് ടേബിൾ. നമ്മുടെ ഭവനത്തിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മളെല്ലാവരും TV അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സമയം പരസ്പരം സംസാരിക്കുവാൻ അല്ലെങ്കിൽ സംഭാഷണത്തിന് ഇന്ന് പലപ്പോഴും വേദികൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭവനമായി തീരുവാനായിട്ട് ഈ 3 ടേബിളുകൾ അത്യന്താപേക്ഷിതമാണ്. ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം, അവിടെ ഒബീഡിയൻസ് ഉണ്ടായിരിക്കണം. അത് മീറ്റിംഗ് പ്ലേസ് ആണ്, അത് ഈറ്റിംഗ് പ്ലേസ് ആണ്. H stands for humility, O stands for obedience, and M stands for meeting, and E stands for eating. അതുകൊണ്ട് ഹോം എന്ന് അപ്പോഴാണ് അത് ഹോം ആകുന്നത്, ഒരു ഭവന അന്തരീക്ഷമാണ്. കല്ലും മണ്ണും കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ തടിയും മറ്റ് സാമഗ്രികൾ കൊണ്ട് നമുക്ക് ഹൗസ് ബിൽഡപ്പ് ചെയ്യുക.
നല്ലൊരു ഹോം ആകുന്നത്, ഒരു ഫാമിലി ആകുന്നത് എല്ലായ്പ്പോഴും അവിടെ ഹ്യൂമിലിറ്റി ഉണ്ടാകണം, താഴ്മ ഉണ്ടാകണം, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠം എന്ന് എണ്ണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിലുപരിയായിട്ട് ഒബീഡിയൻസ്, ദൈവത്തെ അനുസരിക്കണം, മനുഷ്യനെ അനുസരിക്കണം. പരസ്പരം അനുസരണമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും അനുസരിക്കുവാനായിട്ടുള്ള മനഃഭാവമാണ്. അനുസരണം അനുഗ്രഹത്തിന് മുഖാന്തരമാണ്. ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവിക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എം ഫോർ മീറ്റിംഗ് പ്ലേസ്, ഒരുമിച്ച് കൂടുന്ന സ്ഥലമായി. നമ്മൾ ഒരുമിച്ച് ജോലി കഴിഞ്ഞായാലും പഠനം കഴിഞ്ഞാലും ഒരുമിച്ച് ഈ ഭവനത്തിൽ വന്ന് കൂടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്രകാരം ഒരു ഒരുമിച്ച് കൂടുന്ന സ്ഥലമായിട്ട് മീറ്റിംഗ് പ്ലേസ് ആയിട്ട്, അതാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഡിവൈൻ ടേബിൾ, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ ഡയലോഗ് ടേബിൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈറ്റിംഗ് പ്ലേസ്, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഉണ്ട്. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായിട്ട് ഈ ഭവനം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനത്തിന് ഇന്ന് കുരിശ് വെച്ചും കുരിശ് വരച്ചും ഈ ഭവനം ദൈവത്തിനായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ജീവനുള്ള സ്ലീവായുടെ അടയാളത്താൽ ഈ ഭവനം ഇന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുക. നമ്മുടെ കർത്താവ് സക്കായുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആ ഭവനത്തിന് ഉണ്ടാകുന്ന